മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തി ഉപഭോക്താക്കളെ കബളിപ്പിച്ച കേസിൽ ആംവേ കേരള മാനേജർ രാജ്കുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. താമരശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാജ്കുമാറിനെ നവംബർ 23 വരെ റിമാൻഡ് ചെയ്തത്. ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിലെ വിലയേക്കാൾ 4 ഇരട്ടിയിലേറെ വിലയിടാക്കി മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയതിനാണ് ആംവേ കേരള മാനേജർ രാജ്കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നവംബർ 9-ന് അറസ്റ്റ് ചെയ്ത രാജ്കുമാറിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് താമരശ്ശേരി ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതി നവംബർ 23 വരെ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ചെന്നൈ സ്വദേശിയായ രാജ്കുമാറിനെ എറണാകുളത്ത് വെച്ചാണ് SP PA വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കുന്നമംഗലം ചൂലൂർ സ്വദേശിനി വിശാലാക്ഷിയുടെ പരാതി പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗം വെള്ളിയാഴ്ച ആംവേ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി വൻ തട്ടിപ്പ് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, കൊച്ചി ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത്. പ്രലോഭിപ്പിച്ച് ഏജന്റാക്കുകയും 3.5 ലക്ഷത്തിലധികം രൂപ സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആംവേയുടെ തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. എറണാകുളത്തെ സ്റ്റാൻഡേർഡ് ആൻഡ് ചാർട്ടേഡ് ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിക്കണമെന്ന് ബാങ്ക് അധികൃതരോട് ഫാക്സ് വഴി ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആംവേയുടെ ഇന്ത്യയിലെ ഡയറക്ടർമാരായ ദമ്പതികളെയും കേസിൽ പ്രതി ചേർത്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.